ബിഗ് ബോസിൽ ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? നമുക്ക് കാണാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇല്ല എന്നുള്ളത് എപ്പിസോഡിൽ ജിൻഡോ വീണ് കിടക്കുന്നു, ബോളെല്ലാം മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ച് ഇങ്ങനെയാണ്. അഭിഷേക് ജിൻഡോ ഫീലടിക്കാൻ പോകുന്നു. അഭിഷേക് പുറകിൽ കൂടെ ചെന്ന് ജിൻഡോയുടെ കഴുത്തെ പിടിച്ച് ജിൻഡോയിട്ട് മറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ജിൻഡോ ബോളെ പിടിക്കുന്നുണ്ട്. ജിൻഡോയും ബോളും അഭിഷേകും എല്ലാം കൂടെ മറിഞ്ഞ് താഴോട്ട് വീഴുന്നതാണ് നമുക്ക് കാണുന്നത്. ഇത് ലൈവിൽ കാണിച്ചായിരുന്നു, പക്ഷേ എപ്പിസോഡിൽ ഈ ഭാഗം വെട്ടിക്കുറച്ചു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു നിർത്ത് എന്ന് പറയുന്ന വാചകങ്ങൾ മാത്രം അതിനകത്ത് കാണാം. പക്ഷേ ലൈവിൽ അത് നിർത്ത് എന്ന് പറയുന്നത് കേൾക്കാനുമില്ല. അപ്പോൾ അങ്ങനെയാണ് 2 എഡിറ്റിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നം നടന്നതിന് ശേഷം ബിഗ് ബോസിനെതിരെയുള്ളവർ ഒത്തിരി പേരുണ്ട്, ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എതിരെ നടക്കുന്നവരെ, ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ അടി നടക്കുന്നു, ഇടി നടക്കുന്നു എന്നൊക്കെ പറയാനും കേസ് കൊടുക്കാനും ഒക്കെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ എപ്പിസോഡിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നത്. അപ്പം ജിൻഡോ ആയതുകൊണ്ട്, ജിൻഡോ അഭിഷേകമായതുകൊണ്ട് അത് വലിയൊരു ഗൗരവതരമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നത്തിലേക്കൊന്നും പോയില്ല. പക്ഷെ അഭിഷേകിൻ്റെ സ്ഥാനത്ത് ഗബ്രി ആയിരുന്നെങ്കിൽ ഇതെന്തൊക്കെ സംഭവം ഉണ്ടായേനെ. ഈ സ്ഥാനത്ത് ജിൻഡോ അല്ലാതെ വേറെ ആരെങ്കിലും, അർജുനയോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിച്ചേനെ. കാരണം ജിൻഡോ സംബന്ധിച്ച് ടാസ്കിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ജിൻഡോ പലപ്പോഴും പറയാറുണ്ട്. ടാസ്കിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ടാസ്ക് കഴിയുമ്പോൾ അതങ്ങ് പോയി എന്നുള്ളതാണ്. ആ രീതി തന്നെയാണ് ജിൻഡോ അഭിഷേകിനോട് ഇടപെട്ട് കെട്ടിപ്പിടിച്ചു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൈ കൊടുത്ത് പിടിയുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് പറഞ്ഞത്, ഈ ടാസ്കിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ പലതും കാണും. അത് വൈരാഗ്യത്തിൽ ചെയ്യുന്നതൊന്നുമല്ല, അന്നേരത്തെ ഒരു മൂഡിന് ചെയ്യുന്നതാകാം. പക്ഷേ ഇവിടെ അഭിഷേകിനെ സംബന്ധിച്ച് അഭിഷേക് തൻ്റെ ബോർഡ് സംരക്ഷിക്കാൻ പോയി. അഭിഷേക് അനാവശ്യമായി ദേഹത്ത് പിടിക്കുകയും മറിച്ചിടുകയൊക്കെ ചെയ്തു. ഏതായാലും ഇതൊരു ഒത്തുകളിയുടെ ഭാഗമാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റ് കാണുകയും ചെയ്തു. നമ്മളെ സായി ചോദിക്കുന്നുണ്ട്, ആ ഷാജി എടുത്ത് അഭിഷേക് ചോദിക്കുന്നു, പിന്നെ ഞാൻ 2ാം സ്ഥാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞ് സായി സമ്മതിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഫീൽ അടിച്ചു കൊടുക്കുന്നു. അർജുൻ 1ാം സ്ഥാനമാകുന്നു. അങ്ങനെ പോയി ആ കളി. പക്ഷെ അതിൻ്റെ ഇത്രയും ഗൗരവത്തിൽ കളിച്ച ഒരു കളി, ഒരു അടിയൊക്കെ നടന്ന ഒരു കളിയിൽ ഇത്ര ആ ഗൗരവം ചോർത്തിക്കളയുന്നൊരു രീതിയിലായിപ്പോയി ലാസ്റ്റത്തെ എൻഡിങ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ബിഗ് ബോസ് ഗ്രൂപ്പായിട്ട് കളിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ബിഗ് ബോസ് പോലും വിചാരിച്ചില്ല ഇവർ ഇത്ര ഗ്രൂപ്പ് തിരിഞ്ഞ് കളിക്കുമെന്ന്. പ്രത്യേകിച്ച് സായിയുടെ കളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ബിഗ് ബോസിന് തന്നെ ഒരു നാണക്കേടായ രീതിയിൽ തന്നെയാണ് സായി കളിക്കുന്നത്. സായിയുടെ പല തീരുമാനങ്ങളും പല കളികളും, ഇന്നലത്തെ തന്നെ ഒത്തുകളി, അങ്ങോട്ടും ഇങ്ങോട്ടും വീതം പങ്കുവെക്കുന്നു. ഒത്തുകളി വിവാദം എന്ന് പറയത്തില്ലേ, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണാതെ ഒത്തുകളിച്ച്, ഇപ്പം പുറത്ത് കാറിലായതെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞേനെ ഇതെന്താ കളിക്കുന്ന ഇവന്മാരെ പുറത്താക്കണമെന്നൊക്കെ പറയുന്ന സീക്രട്ട് ഏജൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അകത്ത് കയറിയപ്പം ഇതൊന്നും കാണാതെ ഇത്രയും നാളും പറഞ്ഞ വാചകങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സായി കളിക്കുന്നത്. അതുപോലെ തന്നെ സായിക്ക് താല്പര്യമില്ലെങ്കിൽ സായി മാറിക്കൊടുക്കണമെന്ന്, ആ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ കളി എന്ന് ഇച്ചിരിയും കൂടെയൊക്കെ നന്നായി പോയേനെ. ഇപ്പം അഭിഷേകിന് ദീർഘദൂരം മുന്നിൽ നിൽക്കാനും ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം തോൽപ്പിക്കാനുള്ള അവസരമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അഭിഷേക് 2ാം സ്ഥാനത്ത് വരുമ്പോഴത്തേന് 2 പോയിന്റും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്.